ഹാപ്പി ഹോം മേക്കറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ റാഗി വെച്ചിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. ഇത് എല്ലാതും നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അരിപ്പയിലേക്ക് ഇടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ 1 കപ്പ് റാഗിയും പിന്നെ 1 സ്പൂൺ പാൽപ്പൊടി. അപ്പോൾ പാൽപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കൊക്കോ പൗഡർ, 1 സ്പൂൺ കൊക്കോ പൗഡർ. ഇതാണ് ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊക്കോ പൗഡറും കൂടെ വരുമ്പോൾ നമ്മളുടെ ബിസ്ക്കറ്റ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ റാഗിയുടെ ആ ഒരു ടേസ്റ്റിൽ നിന്ന് മാറ്റം വരും. പിന്നെ ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ അരിച്ചെടുക്കണേക്കാട്ടിലും മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലതാണ്. നമ്മുടെ പൊടികളിലൊക്കെ എന്തെങ്കിലും ലംസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഒരു പ്രാവശ്യം ഞാനും അരിച്ചെടുത്താൽ മതി, കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനത് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഡേറ്റ്സിൻ്റെ സിറപ്പ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ഡേറ്റ്സിനെ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതിനെ മിക്സിയിലടിച്ചിട്ടുള്ള പ്യൂരിയാണ് ഇത്. അതിനെ മിക്സിയിലടിച്ച് ഡയറക്റ്റ് ആയിട്ടുള്ള പ്യൂരിയാണിത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പാലിൽ തിളപ്പിക്കാം, അല്ലാച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ തിളപ്പിച്ചാൽ മതി. അപ്പോൾ പാലാകുമ്പോൾ കുറച്ചും കൂടെ ഒരു റിച്ച് ആയിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടും, കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. പാലിലായാലും വെള്ളത്തിലായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിനെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ഇത്തിരീശയായിട്ട് ബട്ടർ ഉരുക്കിയത് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത്തിരീശയായിട്ട് ചേർത്താൽ മതി. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി ഓക്കെ ആവണ വരെ ബട്ടർ ചേർത്താൽ മതി. അപ്പോൾ ഇവിടെ എനിക്കൊരു 1/4 കപ്പോളം ബട്ടറാണ് വേണ്ടി വന്നത്. ബട്ടർ ഉരുക്കിയിട്ട് 1/4 കപ്പോളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ബട്ടറിന് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ബിസ്ക്കറ്റ് ആക്കാനുള്ള പരുവത്തിൽ എത്തണ വരെയാണ് നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതായത് ഇതിന്ന് വിട്ട് കിട്ടും വേണം. നമുക്കൊരു എന്താ പറയുക, ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കണ ആ ഒരു എഫക്റ്റിൽ കിട്ടണം. ഇൻ കേസ് നിങ്ങൾക്കത് കൂടിക്കഴിഞ്ഞു എന്ന് തോന്നുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് റാഗിയോ അല്ലെങ്കിൽ ഗോതമ്പോ ചേർത്താലും പ്രശ്നമൊന്നുമില്ല. അത്ര അധികം ചേർക്കാൻ നിൽക്കണ്ട, കുറച്ച് ചേർക്കാം. എന്നിട്ട് നമ്മളിതിനെ ബിസ്ക്കറ്റിൻ്റെ പരുവത്തിലാക്കിയിട്ട് അവനിൽ ബേക്ക് ചെയ്യാനായിട്ട് എടുത്ത് വയ്ക്കാം. നമുക്കിവിടെ ഇഷ്ടമുള്ള ഡിസൈനിൽ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പരത്തിയിട്ട് ഒരു കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണില്ല, ജസ്റ്റ് ഒരു ബോൾസ് ആക്കിയിട്ട് അതിനെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് വെക്കുകയേ ചെയ്യണുള്ളൂ. അപ്പോൾ ചെറിയ ബിസ്ക്കറ്റായിട്ടാണ് ഇത് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഈ റാഗി ബിസ്ക്കറ്റിന്. പിന്നെ ഈ റാഗി ബിസ്ക്കറ്റ് കുറേ ഉണ്ടാക്കി വെക്കേണ്ട, എന്താ പറയുക, ആ ഒരു സമയത്തൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മതി. കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടിയാവുന്നുണ്ട്. അപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്ക് ഇത് നന്നായിട്ട് തന്നെ കട്ടിയാവുന്നുണ്ട്. അപ്പോൾ കുറേ ഉണ്ടാക്കി വെക്കാനായിട്ട് നിൽക്കണ്ട ഈ ഒരു റെസിപ്പി. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരാഴ്ചയ്ക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം, അതിൽ കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കാനായിട്ട് നിൽക്കണ്ട. എന്നിട്ട് ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഇതിനെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യണത് ഒരു 20 മിനിറ്റോളം ബേക്ക് ചെയ്താൽ മതി, 180 ഡിഗ്രിയിൽ. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഫോർക്കും വെച്ചിട്ടാണ് ഇതുമ്പോൾ ഡിസൈൻ ചെയ്യുന്നത്. ഡിസൈനിങ് ഒക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ. ഇതിൻ്റെ മുകളിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ് ചിപ്സൊക്കെ വെക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഇഷ്ടമുണ്ടാവും. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്, എല്ലാവർക്കും പറ്റുന്നൊരു റെസിപ്പി തന്നെയാണ്. കുട്ടികൾക്ക് ഡേറ്റ്സ് കഴിക്കാത്ത കുട്ടികൾക്കായാലും റാഗി കഴിക്കാത്ത കുട്ടികൾക്കായാലൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി. ഏകദേശം നമ്മളുടെ ഒരു ബട്ടർ കുക്കീസിൻ്റെ ഒരു ടേസ്റ്റാണ് വരുന്നത്. കൂടുതൽ മധുരമൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് അധികം അങ്ങോട്ട് മട്ടിപ്പും വരുന്നില്ല. ഇത് പാലിലൊക്കെ മുക്കി കഴിക്കാനായിട്ട് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ബിസ്ക്കറ്റ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് കുറച്ച് ബാക്കിയുള്ള മാവ് വെച്ചിട്ട് എങ്ങനെയാണ് അവനിലല്ലാണ്ട് പാനിൽ എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതിന് വേറൊരു ഡിസൈനിൽ ചെയ്തു. എന്നിട്ട് നമ്മൾ പാൻ എടുത്തിട്ട് നമ്മൾ സാധാരണ ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് ഈ ബട്ടർ പേപ്പറിന് വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഫ്രൈ പാൻ ഞാൻ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഫ്രൈ പാൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഈ ബിസ്ക്കറ്റിനെ വെച്ച് കൊടുത്തു. അല്ലാച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗം കുറച്ചേറെ കരിയാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് കാരണമാണ് ഞാനിവിടെ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇത് വെച്ച് കൊടുത്തത്.
അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിക്കണം, 15-20 മിനിറ്റോളം വേവിക്കണം, ശ്രദ്ധിക്കണം. ഇതിൻ്റെ അടിഭാഗം കരിയുണ്ടോ എന്ന് നോക്കണം. നമ്മൾ സിമ്മിൽ വെച്ചിട്ട് ഇതിനെ വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളുടെ ബിസ്ക്കറ്റ് എല്ലാതും വെന്ത് കിട്ടിയിട്ടുണ്ട്. പാനിൽ വെച്ചതും അവനിൽ വെച്ചതും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും നല്ല എളുപ്പമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ 4 മണി പലഹാരമായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും കമൻറ്റ് സെക്ഷനിൽ ഇടാനായിട്ട് മറക്കരുത്. ഇത് കാണാനും നല്ല ഭംഗിയുള്ള ഒരു ബിസ്ക്കറ്റാണ്, ഈക്വലി ടേസ്റ്റും നല്ല തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഭവമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.